ഹലോ ഹായ് നമസ്കാരം. ഇതൊരു ചുമ്മാ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഭയങ്കരമായ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. അതൊരു ചെറിയ ചിറ്റ് ചാറ്റ് പരിപാടിയാണ്. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്താണ്, നമ്മുടെ സ്ഥിരം സ്റ്റുഡിയോ സെറ്റപ്പിലൊന്നുമല്ല. ഇവിടെ അടുത്തൊരു തെങ്ങുണ്ട്. ആ തെങ്ങിനോട് ചേർന്ന് കുറച്ച് ചീവീടുകൾ അവരവിടെയാണ് കൂടുകൂട്ടി ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അവരുടെ ഒച്ചപ്പാടും ബഹളമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. മഴ ചാറുന്നുണ്ട്, അതിൻ്റെ ശബ്ദമുണ്ട്. അപ്പോൾ കുറച്ച് നാച്ചുറൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ ഷൂട്ട് ചെയ്യുന്നത്. ഈ ശബ്ദം നിങ്ങളെ അലോസരപ്പെടുത്തില്ല എന്നും ഇതൊരു ആംബിയൻസായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഗ് ബോസ് അനാലിസിസ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള വീഡിയോസിനെ അധികരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ടൊരു Q&A വീഡിയോ ചെയ്യുന്നുണ്ട്. അത് മെയിൻ ചാനലിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ബിഗ് ബോസ് റിലേറ്റഡ്. നമ്മൾ ഈ ബിഗ് ബോസ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് വി ആക്ച്വലി ഹാവ് എ ടീം. ഒരാളിപ്പോൾ എൻ്റെ കൂടെയുണ്ട്. പുള്ളിയുടെ ശബ്ദത്തിൽ നിങ്ങൾ ചോദ്യങ്ങൾ കേൾക്കും. ബിഗ് ബോസിൻ്റെ 100ാമത്തെ ദിവസം ഗ്രാൻഡ് ഫിനാലെ പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും ബിഗ് ബോസ് അനാലിസിസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് ബിഗ് ബോസ് അനാലിസിസ് നിങ്ങൾ കാണുന്നത് എൻ്റെ മാത്രം പരിപാടിയൊന്നുമല്ല. അതിൽ ഇത് കൃത്യമായി അനലൈസ് ചെയ്യുന്ന കുറച്ച് തലച്ചോറുകളുണ്ട്. എങ്ങനെയാണ്, എന്താണ് നമ്മുടെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളത് തീർച്ചയായും നമ്മൾ 100th എപ്പിസോഡ് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായി നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഹലോ പറയൂ. ഹലോ. അപ്പം ചോദ്യങ്ങൾ പറയും, ഞാൻ അതിനുള്ള മറുപടി പറയാം. എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് ആൻസർ ചെയ്യുന്നില്ല, കാരണം കുറേ ആൾക്കാർ ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരുമിച്ചുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അതുകൊണ്ട് പേരുകൾ പറയുന്നില്ല എന്നുള്ളതൊരു വിഷമമായിട്ട് വിചാരിക്കരുത്. ബിഗ് ബോസിൽ ഇൻവിറ്റേഷൻ വന്നാൽ പോകുമോ? പോവില്ല, കൊന്നാലും പോവില്ല. ഞാൻ ഈ അനാലിസിസ് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടാണ് കുറേ ആൾക്കാർ നമ്മളോട് ഇത് ചോദിക്കുന്നത്. നിങ്ങൾ ഇത്രയും ഗംഭീരമായിട്ട് ഈ പ്ലേയേഴ്സിനെയൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അടുത്തത് എന്ത് വരാൻ പോകുന്നു എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ലാസ്റ്റ് വീക്കിലാണെങ്കിലും എന്താണ് വീക്കിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു. അതേ കാര്യം തന്നെയാണ് ആ ഒരു വീക്കിൽ സംഭവിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുന്നതായിട്ടും കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ചില ആളുകൾക്ക് വന്ന് ഞാൻ ഈ ഗെയിമൊക്കെ ഭയങ്കരമായിട്ട് അരച്ച് വയ്ക്കി കുടിക്കുന്ന ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ സ്ട്രാറ്റജി മനസ്സിലാക്കുന്ന ഒരാളാണെന്ന്. ആക്ച്വലി അങ്ങനെയൊന്നുമല്ല. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്, നമ്മളിതൊരു ടീമായിട്ടാണ്. ഒരു പക്ഷേ എൻ്റെ ടീമിലുള്ള ഒരാളെ ഞാൻ വിട്ടേക്കും, കാരണം പുള്ളി ഈ കാര്യത്തിൽ അടിപൊളിയാണ്, അഗ്രഗണ്യാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ എന്തായാലും പോകില്ല. എനിക്ക് ആ പരിപാടി പറഞ്ഞിട്ടില്ല. മാത്രമല്ല കുറച്ചുകൂടി അസേർട്ടീവായി സ്ട്രോങ് ആയി കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആളുകളൊക്കെ ആയിരിക്കണം അങ്ങനെ ഒരു ഗെയിമിൽ പോകുമ്പോൾ. നമുക്കിത് പുറമേ നിന്ന് കാണുമ്പോൾ ഉള്ളതുപോലെ അല്ല. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചിലപ്പോൾ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ ചിലപ്പോൾ ആ ഒരു സീസണിൽ ഉണ്ടെങ്കിലോ അയാൾ പറയുന്ന എല്ലാ വിവരക്കേടും നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നെങ്കിലോ. അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റണം. നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണമെന്നൊക്കെ പറയുമ്പോഴും ഞാൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കത് ശരിയാവാൻ തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ടീമിൽ ഒരാളുണ്ട്, ഞാൻ വിടും. തമിഴ് ബിഗ് ബോസ് കൂടി കണ്ട് റിവ്യൂ ചെയ്യാൻ പറ്റുമോ? എൻ്റെ പൊന്നെ, ഈ മലയാളം കണ്ടിട്ട് തന്നെ ബിഗ് ബോസ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് പറയാം. രാത്രി നമ്മൾ ബിഗ് ബോസ് കാണുന്നു, അതിനുശേഷം ഒരു ഡിസ്കഷനാണ്. ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്നൊരു ഗെയിമുണ്ട്, നിങ്ങൾ കാണുന്നൊരു ഗെയിമുണ്ട്, ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അവർ ഇൻഡിവിജ്വലി അവരുടെ ഒരു ഗെയിമുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ആലോചിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും പറയുന്നത്. ഇതിങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം, പ്രേക്ഷകർ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് അതിനകത്ത് വൃത്തികേടും വിവരക്കേടും കാണിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പം നമ്മൾ ഒത്തിരി പെർസ്പെക്റ്റീവിൽ, ഇപ്പോൾ 16 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ 16 പേരുടെയും പെർസ്പെക്റ്റീവിൽ ആ 1 hour എപ്പിസോഡിനെ നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പോൾ അത് ബ്രെയിനിൽ നമ്മൾ ഡ്രെയിൻ ആക്കുന്നൊരു പ്രോസസ്സാണ്. ഓരോ ബിഗ് ബോസ് എപ്പിസോഡും കഴിയുമ്പോൾ സമാധാനം എന്നുള്ള രീതിയിലാണ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ക്യാമറ ഓഫ് ചെയ്യുന്നത്. അത്രയുണ്ട്. പിന്നെ ഈ ബിഗ് ബോസ് കണ്ടിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യും. ആ സ്ക്രിപ്റ്റിന് ശേഷം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് റീടേക്ക് എടുക്കും, ഒരുപാട് ഇംപ്രവൈസ് ചെയ്യും. നിങ്ങൾ കാണുന്ന 30 മിനിറ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ 1.5 മണിക്കൂർ ഷൂട്ടാണ്. ആ 1.5 മണിക്കൂറിൽ ചിലപ്പോൾ പറഞ്ഞത് മുഴുവൻ ചിലപ്പോൾ മാറ്റിയെടുത്തു എന്ന് വരും. റിപ്പീറ്റ് പറഞ്ഞതൊക്കെ നമ്മൾ കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു 30 മിനിറ്റോ. നമ്മൾ 1 hour എപ്പിസോഡ് ചെയ്തിരുന്ന സമയമുണ്ട്. ആൾക്കാർ ലെങ്ത് കുറയ്ക്കാൻ പറഞ്ഞു. ആക്ച്വലി അതൊരു 2 മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ടുള്ള ഫുട്ടേജാണ്. അത്രയും നമ്മൾ ഇൻ ഡെപ്ത് പറയും. അപ്പം അത്രയും ഹെക്റ്റിക്കായിട്ടുള്ളൊരു കാര്യം നമ്മളിനി തമിഴിലും കൂടി ചെയ്യാമെന്ന് പറഞ്ഞാൽ, തമിഴിന് അവരുടേതായിട്ടുള്ളൊരു കൾച്ചറുണ്ട്. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ സാംസ്കാരിക വീക്ഷണ കോണിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒത്തുപോകാൻ പറ്റാത്തതും ഒക്കെ ആയിരിക്കാം. അതിപ്പം നോർത്തിൽ നിന്നുള്ള ബിഗ് ബോസോ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ബിഗ് ബോസൊക്കെ നമുക്കിവിടെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും നമ്മളെ ഡ്രെയിൻ ആക്കുന്ന പ്രോസസ്സാണ്. ഇത് പിന്നെ നമ്മളൊരു സന്തോഷത്തിൻ്റെ പുറത്ത് ഒരുപാട് ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞു, നമ്മൾ ചെയ്യുന്നത് കാണാൻ ആളുകൾ കാത്തിരിക്കുന്നു എന്നറിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തു തുടങ്ങിയിരുന്നെങ്കിൽ മാക്സിമം 2 എപ്പിസോഡ്, അത്രയൊന്നും പോകില്ല. ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തിട്ട് ഞാനത് അങ്ങോട്ട് വിടും. പക്ഷേ ഇത് നമ്മളൊരു ടീമായിട്ടിരുന്ന് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതിൽ തമിഴും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങൂല. മറ്റു ചാനൽസിലെ BB റിവ്യൂസ് കാണാറുണ്ടോ? ഇല്ല, സോഫാർ ഇതുവരെ നമ്മൾ ഒന്നും തന്നെ കണ്ടിട്ടില്ല. നമ്മൾ വ്യൂസ് ചെക്ക് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് കിട്ടുന്നൊരു വ്യൂ വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും ആൾക്കാർ കാണുന്നുണ്ടോ, ബിഗ് ബോസ് കാണുന്ന ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് വ്യൂസ് ചെക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഈ ബിഗ് ബോസ് റിലേറ്റഡ് ഏഷ്യാനെറ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ ടീമിലുള്ളവർ
ചെക്ക് ചെയ്യുന്നുണ്ട്. ടീമിനെയൊക്കെ ശരിക്കും പരിചയപ്പെടുത്തണമെന്നുണ്ട്. 100ാമത്തെ എപ്പിസോഡ് ആവട്ടെ, അപ്പോൾ ഞാൻ പറയാം. ആ ഒരു ചെക്കിംഗ് പ്രോസസ്സ് മാറ്റി നിർത്തിയാൽ നമ്മൾ ബാക്കിയുള്ളവർ എന്താണ് പറയുന്നതെന്ന് നോക്കാറില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രേക്ഷകരെങ്ങനെ കാണുന്നു എന്നുള്ളതും അവിടെയൊക്കെ പടക്കം പൊട്ടുന്നുണ്ട്. പ്രേക്ഷകരെങ്ങനെ കാണുന്നു എന്നുള്ളതും ബിഗ് ബോസ് ഹൗസിനകത്തിരിക്കുന്ന പ്ലെയേഴ്സ് ഇതിനെ എങ്ങനെ കാണുന്നു, അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. പുറത്തിരിക്കുന്ന ആൾക്കാർ ഈവൻ നമ്മൾ പറയുന്നത് പോലെ അതൊരു വിലയിരുത്തലാണ്. വിലയിരുത്തൽ നിങ്ങൾക്ക് വേണ്ടല്ലോ. ഗെയിമിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രഡിക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം വേറെ ആൾക്കാരുടേത് കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് നമുക്കിതിലൊന്നും ചെയ്യാനില്ല. ബിഗ് ബോസ് കഴിഞ്ഞ് ഇതുവരെയുള്ള സീസൺസിലെ വിന്നേഴ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? ഓഡിയൻസിന് ഇപ്പോഴും വേണ്ട ടൈപ്പ് ഓഫ് വിന്നർ, ആ ഒരു പാറ്റേൺ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമോ? ഇതുവരെയുള്ള വിന്നേഴ്സിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സും നമ്മൾ കാണണം, അറിയണം. ഇവർ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആ ഒരു ഫുൾ ട്രാക്ക് നമ്മൾ എടുത്ത് നോക്കിയാലാണ് നമുക്കൊരാളെ വിലയിരുത്താൻ പറ്റുക. പക്ഷേ ഇതുവരെയുള്ള ഒരു പാറ്റേൺ ഓഫ് വിന്നേഴ്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെയാണ് ഇതുവരെ വിൻ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ്, നമ്മളെങ്ങനെയുള്ള ആളെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അതിൽ ഇപ്പോൾ അലറി വിളിക്കുക, ബഹളം വെക്കുക, ഭയങ്കര ടോക്സിക് പരിപാടികളൊക്കെ കാണിക്കുക, ഇതൊക്കെ മലയാളികൾ എൻജോയ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണെന്ന് പല സമയത്തും തോന്നിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഒരു സീസണിൽ നമ്മളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ സീസണിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. കുറേയൊക്കെ പ്രേക്ഷകർ ഫ്ലക്ച്വേറ്റ് ആവുന്നില്ലേ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതൊരു Q&A ആയതുകൊണ്ട് നമുക്ക് ടീമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല. ഡിസ്കസ് ചെയ്താൽ ചിലപ്പോൾ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് വന്നേനെ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇപ്രാവശ്യത്തിൽ കുറച്ച് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും നമ്മുടെ ടീം അത് കൃത്യമായി മോണിറ്റർ ചെയ്തിട്ട് ഇതിനൊരു നല്ല കമ്മ്യൂണിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും എനിക്ക് ഫീൽ ചെയ്യുന്നത് മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ട്. ആളുകളെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു, വിലയിരുത്തുന്നത് കൃത്യമായി തുടങ്ങുന്നു എന്നൊക്കെ. ഇതിന് മുമ്പുള്ള എല്ലാ വിന്നേഴ്സിൻ്റെയും പറയാമെന്ന് പറയുന്നത് വീണ്ടും ഒരു ഹെക്റ്റിക് ടാസ്ക്കാണ് ഇത്രയും സാധനങ്ങൾ എടുത്തിടുക എന്നുള്ളത്. പക്ഷേ വിന്നേഴ്സ് പുറത്തിറങ്ങിയതിന് ശേഷം കാണിക്കുന്നതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെയും അങ്ങനെ ഒരു ഗംഭീര വിന്നറെ ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് ടൈം വിന്നർ എന്നൊക്കെ പറയുന്നത് അവർ പുറത്തിറങ്ങി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ദാറ്റ് വാസ് പത്തറ്റിക് എന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ഇത് എന്നോട് ചോദിച്ചാലോ ക്വസ്റ്റൻ അല്ലേ? ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ദുരിതം കയറി ദുരന്തം പിടിച്ച് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വൃത്തികെട്ട വർത്തമാനവും പറഞ്ഞ് മനസ്സ് മടുത്ത് നിൽക്കുമ്പോൾ നെവിൻ ഇങ്ങനെ വരും. ലാലേട്ട, അതായത് ലാലേട്ട എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഇടും. അതൊരു രസമാണ്. ഈവൻ ലാലേട്ടൻ ചില സമയത്ത് കുറച്ച് രോഷത്തോടു കൂടിയാണോ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് തോന്നിയിട്ടുള്ള സ്ഥലത്ത് പോലും നെവിൻ ഈസ് ആൻ എൻ്റർടൈനർ. അങ്ങനെ നോക്കുമ്പോൾ അയാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അയാളുടെ ഭാഗത്തുനിന്നും ഈ പറയുന്ന നമ്മൾ വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ടായപ്പോൾ കൃത്യമായി നമ്മൾ അതിനെ പറഞ്ഞ് വിമർശിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ളതിലൊരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയാൻ തമ്മിൽ ഭേദം തൊമ്മൻ. ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് എല്ലാം എനിക്ക് തോന്നുന്നു ഗെയിം പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ വീക്കായിട്ടുള്ള ആളുകളാണ്. എങ്ങനെ നോമിനേറ്റ് ചെയ്യണമെന്നോ, എങ്ങനെ ജയിലിലേക്ക് ആളെ വിടണമെന്നോ, എങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യണം, ഈ പറയുന്ന പ്ലാനുകളൊന്നും ഇല്ലാതെ അന്നന്നത്തെ കഞ്ഞിയും കുളിച്ച് ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു ട്രാക്കിലാണ് പോകുന്നത്. പക്ഷേ അതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരാൾ നെവിനാണ്. റിലേറ്റഡ് ക്വസ്റ്റ്യൻ, അക്ബർ, ആര്യൻ, നെവിൻ ഇവരിൽ ആരുടെ PR ആണ്? എല്ലാവരുടെയും PR ഞാൻ തന്നെയാണ്. ഞാനാളാ പോൾ ബാർബർ എന്ന് പറയുന്ന പോലെ എല്ലാം ഞാൻ തന്നെ എന്ന് പറയുന്ന ഇതിൽ PR പരിപാടിയൊന്നുമില്ല. നമ്മളിതൊരു സ്വതന്ത്രമായിട്ടൊരു അനാലിസിസ് വീഡിയോ, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും തന്നെ ഉദ്ദേശിച്ചിട്ടില്ല. ഇവരാര് ജയിച്ചാലും ഇവരാരും എനിക്കൊന്നും തരാൻ പോകുന്നില്ല, എനിക്ക് അവർക്ക് ആർക്കും ഒന്നും കൊടുക്കാനുമില്ല, ആരെയും തന്നെ നമുക്ക് പേഴ്സണലി അറിയില്ല. അപ്പം നമ്മൾ ഇതിനൊരു ഗെയിമായിട്ട് കാണുന്നു, നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളോട് പറയാം. പക്ഷേ അനാലിസിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് മോണറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് വെക്കുമ്പോൾ ആക്ച്വലി ഇത് എന്താ പറയുക, നമ്മളിതിൻ്റെ ഒരു എത്തിക്കൽ സൈഡൊക്കെ നോക്കുമ്പോൾ ഞാൻ വിൽക്കാൻ വേണ്ടി ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ എടുത്തു വെക്കുകയാണ്. ആ പ്രോഡക്റ്റ് നല്ലതായിരിക്കണം എന്ന് പറയുന്നൊരു നിർബന്ധം നമുക്കുള്ളത് കൊണ്ട് ഞങ്ങളിതിൽ ഒരുപാട് ഇരുന്ന് ഡിസ്കസ് ചെയ്യും. ചിലപ്പം നമ്മൾ ഒരു സെൻറ്റൻസ് ഒരു 6ഉം 7ഉം ടേക്ക് എടുക്കും. കാരണം ആ ഒരു സെൻറ്റൻസിൽ നിങ്ങളത് കേൾക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കുമ്പോൾ വേറെ തരത്തിൽ വ്യാഖ്യാനിച്ചാൽ ഞാൻ ഒരു പെർട്ടിക്കുലർ പ്ലെയറുടെ ഇന്ന കാര്യമാണ് നമ്മൾ പറയുന്നുണ്ടാവുക. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു പ്ലെയറുടെ നെഗറ്റീവ് പറയുന്ന പോലെയാവും. അതുപോലും വരാതെ അത്രയും സൂക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഈ പ്രോഡക്റ്റ് നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കിട്ടണം എന്ന് മാത്രമേ നമ്മളതിൽ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഓരോ പ്ലെയേഴ്സിൻ്റെയും മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ ഓരോ ആക്റ്റും കാണുന്നത്. ഇപ്പോൾ അനുമോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളത് അനുമോളുടെ ആംഗിളിൽ മാത്രമല്ല കാണുക. ഈ ആക്റ്റിൽ നിന്ന് ഷാനവാസിന് എന്ത് കിട്ടും, ഈ ആക്ട് നടക്കുമ്പോൾ നൂറയും ആദിലയും എന്തായിരിക്കും എടുക്കുക, അക്ബർ ഈ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യും, ഇങ്ങനെ നമ്മൾ എല്ലാവരുടെയും പെർസ്പെക്റ്റീവിൽ നോക്കുന്നതുകൊണ്ടാണ് ആക്ച്വലി ഇത്രയും ടൈം എടുക്കുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ട് ഉടനെ തന്നെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് 4 വർത്താനം പറയാനാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. പക്ഷേ നമ്മളിങ്ങനെ പ്രോസസ്സ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ചില ദിവസങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ചില ആഴ്ചകളിലെ മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ ഇന്നയാളാണ് ബെറ്റർ, അല്ലെങ്കിൽ ഇന്നയാൾ കുറച്ചുകൂടി നീതി അർഹിക്കുന്നുണ്ട്, ഇന്നയാൾ ഭയങ്കര ബോറാണ് എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നും. അത് പറയുമ്പോൾ അപ്പം നിങ്ങൾ മറ്റയാളുടെ PR ആണല്ലേ, അല്ലെങ്കിൽ ഇന്നയാളുടെ ഹേറ്റർ ആണല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. നിങ്ങൾ അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കില്ല.
നമ്മൾ ഗെയിമിനെ ഗെയിമായി കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെ വായിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് 3 ക്വസ്റ്റ്യനായിട്ട് വന്നതാ. ഞാനതിനെ ഒറ്റ ക്വസ്റ്റ്യനായിട്ട് വായിക്കാം. ഷാനവാസ്, അനു, അനീഷ് ഇവരോട് എന്താണ് ഇത്ര വൈരാഗ്യം? ഈ ചോദ്യം വന്നിട്ടുണ്ടാവുക ഇവരെ 3 പേരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും. നമ്മൾ മാത്രമല്ലല്ലോ, ലാലേട്ടനെ എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ. ലാലേട്ടനോട് നിങ്ങൾ പോയി ചോദിക്കുമോ എന്താണ് ഇത്ര വൈരാഗ്യം എന്ന്? അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങളിലെ ഒരു ജെനുവിനിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ഗെയിം പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള ആസ്പെക്റ്റുകൾ. കാരണം അനുമോൾ എന്നൊക്കെ പറയുന്നത് അവരുടെ പേഴ്സണൽ സ്വഭാവത്തിനൊന്നും നമ്മൾ വിലയിരുത്തുന്നില്ല. പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ അവർ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ദാറ്റ്സ് വെരി ടോക്സിക്. നമ്മളൊരു പൊതുസമൂഹത്തിലാണെങ്കിലും എന്താണെന്നറിയോ, അനുമോൾ നിൽക്കുന്ന ഒരു ജംഗ്ഷനിൽ ഒരു 4 വീട് അപ്പുറം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തമ്മിൽ പൊരിഞ്ഞടി ഉണ്ടാവാൻ അനുമോൾ മാത്രം വിചാരിച്ചാൽ മതി എന്ന് പറയുന്ന പോലെയാണ് ഗെയിമിൽ അവർ പ്രോസസ്സ് ചെയ്യുന്ന ഇമേജ്. പുറത്ത് അങ്ങനെയാണെന്നല്ല പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇമേജ് സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ വരുമ്പോൾ നമ്മൾ അതിനെ വിമർശിച്ചേ പറ്റൂ. അല്ലാതെ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സ്വഭാവം റിയൽ ലൈഫിൽ എടുക്കുന്ന ആളുകൾക്ക് ഇതെന്തോ ഭയങ്കര മോട്ടിവേഷനായിട്ട് തോന്നും. അപ്പോൾ വിമർശിക്കേണ്ടതിന് നമ്മൾ വിമർശിച്ചേ പറ്റുള്ളൂ. അല്ലാതെ അയ്യോ അനുമോൾ പാവം ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ വന്നൊരു ആർട്ടിസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ച് വിടാൻ പറ്റില്ല. ഷാനവാസ് പാവം, അയക്ക് കുറേ രോഗമുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് പുള്ളി ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് നോർമലൈസ് ചെയ്ത് വിടാൻ പറ്റില്ല. അനീഷ് ഒരു കോമണർ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അയാൾ കാണിച്ചു കൂട്ടുന്ന നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ചില സമയത്ത് വൃത്തികേടെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളെ പോലും നമ്മൾ വിമർശിച്ചേ പറ്റൂ. അത് നോർമലൈസ് ചെയ്യപ്പെടാതിരിക്കാനാണ്. അക്ബറിൻ്റെ PR ആണോ എന്ന് ചോദിക്കുമ്പോൾ അക്ബറിനെ ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ നിലത്ത് നിർത്തിയിട്ടില്ല. അത്രയും നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. ആര്യനെ വിമർശിച്ചിട്ടുണ്ട്. ഇതാരും പേഴ്സണൽ ഫേവറേറ്റ് ആവുന്നത് കൊണ്ടോ ഒരാളുടെയും PR എടുക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല. ഗെയിമാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ഗെയിമിൽ അവരെന്ത് ക്യാരക്ടർ കാണിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അനുമോളും ഷാനവാസ് ഒരു നല്ല ആക്ട് ചെയ്യട്ടെ, അപ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കും ഷാനവാസിൻ്റെ PR ആണോ എന്ന്. ബിഗ് ബോസ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇത് നിർത്തിയേക്കാം എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, ഓഫ് കോഴ്സ് തോന്നിയിട്ടുണ്ട്. ചില ദിവസത്തെ എപ്പിസോഡൊക്കെ കണ്ടിട്ട് ഇവനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. അതായത് ഒരാളെ പോലും നമുക്ക് നല്ലതായിട്ടൊന്നും പറയാനില്ല എന്ന് പറയുന്ന പോലത്തെ സിറ്റുവേഷൻ വരുമ്പം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ടീം എഫേർട്ടാണ്. നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ പോലും നിങ്ങൾ ഉണ്ണി വ്ളോഗ്സ് ഭയങ്കരമായി അനലൈസ് ചെയ്തു, അല്ലെങ്കിൽ ഉണ്ണി വ്ളോഗ്സിൻ്റെ റിവ്യൂ ജെനുവിൻ മറ്റത് മറിച്ചത് അങ്ങനെ കൊണ്ടാടരുത്. ഒരു ടീം എഫേർട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഗെയിമിനെ വിലയിരുത്തുമ്പോൾ ടീമിനിടയിൽ അടിയുണ്ടാവും. ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. അതുപോലെ അങ്ങനെയാണെങ്കിൽ ഞാനും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വഴക്കിൻ്റെ എലമെൻ്റൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ഗെയിമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പം പെർസ്പെക്റ്റീവ്സ് മാറും. ഇപ്പോൾ അനുമോൾ കാണിച്ച ഒരു ആക്ട് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുമ്പോൾ എൻ്റെ ടീംമേറ്റിന് അങ്ങനെ ആയിരിക്കില്ല തോന്നുക. അതുപോലെ ഇപ്പം നെവിൻ്റെ ഒരു കാര്യം കുഴപ്പമില്ലാന്ന് അപ്പുറത്ത് തോന്നുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുക അത് ഭയങ്കര മോശമായി പോയി എന്നായിരിക്കും. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൈഡിൽ നിന്നുള്ള പ്രശ്നം കൊണ്ട് ബിഗ് ബോസിനകത്ത് നടക്കുന്ന വൃത്തികേട് ആലോചിച്ചിട്ടും പിന്നെ ബിഗ് ബോസിൻ്റെ തന്നെ ചില സമയത്തുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്. എന്ത് നിലപാടാണ് മിസ്റ്റർ, നമുക്ക് ബിഗ് ബോസിനോട് ചോദിക്കാൻ തോന്നുന്ന പോലെ അങ്ങനത്തെ പല സിറ്റുവേഷൻസിലും തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിരിക്കുമ്പോൾ ഒരു 3-4 കമൻറ്റ്സ് കാണും, നിങ്ങളുടെ റിവ്യൂ എവിടെ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു മോട്ടിവേഷനാണ്. ആക്ച്വലി നിങ്ങളും കൂടി ഇതിൻ്റെ പാർട്ടാവുന്നതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നീണ്ടു പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ മുമ്പേ ഇത് നിന്ന് പോയാനെ. ഇനി നീ പറ, വഴക്കിട്ടിട്ടുണ്ടോ? അല്ല, ബിഗ് ബോസ് നിർത്തണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രോ ആർക്കായാലും തോന്നിയപ്പോൾ അമ്മാരി ഷോ അല്ലേ. അടുത്തത് ഒരാൾ ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, വിച്ച് ഡു യു തിങ്ക് ഈസ് ദ ബെസ്റ്റ് ബിഗ് ബോസ് സീസൺ ടിൽ നൗ? ആൻഡ് ഹി സേസ് ഹിസ് ഫേവറേറ്റ് വൺ ഈസ് സീസൺ 5. നമുക്ക് ഈ പുറത്തിറങ്ങിയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ സ്വഭാവം വെച്ചിട്ട് നോക്കുമ്പോൾ സീസൺ 1 ആയിട്ട് സാബുമോൻ സീസൺ 1 അല്ലേ? സാബുമോൻ സീസൺ 1. സാബുമോൻ പുറത്തിറങ്ങിയതിന് ശേഷം അത്ര കച്ചറായിട്ടില്ല. ബാക്കി പലരും പുറത്തിറങ്ങിയിട്ട് ഈവൻ വിന്നർ അല്ലാത്തവർ പോലും ഞാനാണ് ബിഗ് ബോസിൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പോലത്തെ അങ്ങനത്തെയും കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ഭയങ്കര തന്ത്രങ്ങളൊക്കെ ചെയ്തു, അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വന്തമായിരുന്നു തള്ളുന്നവരും ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കാണുമായിരിക്കും. ഞാൻ കാണുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദമാണ് ബിഗ് ബോസ് ഷോ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ആ ഷോയിൽ നിന്ന് വിന്നറായി വന്നിട്ടുള്ള ഒരാൾ നമ്മളോട് ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു പക്ഷേ സാബുമോനുള്ള സീസൺ ആയിരിക്കും. എനിക്ക് തോന്നുന്നു സീസൺ 5 വിന്നർ അഖിൽ മാരാറാണെന്ന്. എനിക്കത് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നില്ല. അഖിൽ മാരാറുള്ള സീസൺ ആയിരുന്നു. അഖിൽ മാരാറിനെ ഞാൻ ആ സമയത്തുള്ള ഏതോ റിയാക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ മഴ കൂടുന്നുണ്ട്, ചീവീടിൻ്റെ ഒച്ച കൂടുന്നുണ്ട്, ഇതിനെ ആംബിയൻസ് ആയി കണ്ട് നിങ്ങൾ സ്വീകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടാ സൗണ്ടും വീഡിയോ ഒന്നും കുഴപ്പമില്ല, വീഡിയോ വന്നാൽ മതിയെന്ന്. അഖിൽ മാരാറിനെ ഞാൻ ആ സമയത്ത് പറഞ്ഞത്, അതായത് ഒരു വെയിലിത്തിറക്കം നടക്കുക, ഈ പത്തലൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു വെയിലിത്തിറക്കം നടക്കുന്നു, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് പ്രായമുള്ള ആൾക്കാർ ബഹളം വെക്കുന്നു, ഇവിടെ നിന്ന് ബഹളം വെക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് പുറത്തെങ്ങാണ്ട് കറങ്ങി നടന്ന് വീട്ടിൽ വന്ന് കയറി ഒരു മൂത്ത മോൻ നോക്കുമ്പോൾ ആ വേലിയുടെ തർക്കവുമായി ബന്ധപ്പെട്ട് എൻ്റെ അച്ഛനാരോ ആക്രമിക്കുന്നല്ലോ എന്ന് തോന്നുമ്പോൾ ഒരു അരിവാളെടുത്ത് ആരുടെ എൻ്റെ പറമ്പിൽ വരുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ചാടി ഇറങ്ങുന്ന ഒരാളാണോ എന്ന് പുള്ളിയുടെ പല പെർഫോമൻസും കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേ നാക്കൊക്കെ കടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ
എന്ത് ഇത് ഇങ്ങനെ പേടിപ്പിച്ച് ഞാൻ ഭയങ്കര സംഭവമാണ്. അതിൻ്റെയൊക്കെ ആവർത്തനങ്ങൾ നമ്മൾ ഈ സീസണിലും കാണുന്നുണ്ട്. അമ്മാതിരി ഷോ ഓഫ് ഒക്കെ കാണിച്ച് നടക്കുന്നത് ദാറ്റ്സ് നോട്ട് ഒരു നല്ല പരിപാടിയാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് അഖിൽമാരാർ ഒരു നമ്മൾ സൊസൈറ്റിയുടെ പരിച്ഛേദം എന്ന് പറയുമ്പോൾ കുറച്ച് ക്രൂക്കഡായിട്ടുള്ള ഭയങ്കരമായി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ജയിച്ചു. പക്ഷെ അങ്ങേര് അവിടെ പ്രോസസ്സ് ചെയ്ത ഇമേജ് എന്ന് പറയുന്നത് എനിക്കൊരു ശോഭനമായ വികസന ഭാരതത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരു പരിപാടിയായിട്ട് തോന്നിയിട്ടില്ല. കൂട്ടത്തിൽ ആളുകളെ നന്നായി ഡീൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എനിക്കിപ്പോഴും സാബുമോനാണ് അതിൽ. അയാളുടെ പേഴ്സണൽ കാര്യം എനിക്കറിയില്ല, പക്ഷേ പുറത്ത് അയാൾ കാണിക്കുന്ന ആ ഒരു ഇമേജ് ഒക്കെ വെച്ചുകൊണ്ട് സാബുമോൻ്റെ സീസൺ ആയിരിക്കും ബെറ്റർ അല്ലേ? ആസ് എ വിന്നർ അങ്ങനെയായിരിക്കും. പക്ഷെ പുള്ളി ചോദിച്ചത് ബിഗ് ബോസ് സീസൺ ഏതാ ബെസ്റ്റ് എന്നാണ്. പക്ഷെ നമ്മളങ്ങനെ ത്രൂ ഔട്ട് ഒരു സീസൺ കാണാത്തത് കൊണ്ട് അങ്ങനെ ഒരു നമ്മളിപ്പോൾ അനാലിസിസ് ചെയ്യുന്നതുകൊണ്ടാണ് മുടങ്ങാതെ എപ്പിസോഡ് ഇരുന്ന് കാണുന്നത്. അല്ലെങ്കിൽ ഈ സീസൺ ചിലപ്പോൾ നമ്മൾ വിട്ടുപോയേനെ. ഇല്ല, ഞാനും അങ്ങനെ ഫുൾ ഒരു സീസൺ എനിക്ക് എടുത്തു പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, ഈസ് മോഹൻലാൽ ദ റൈറ്റ് ചോയ്സ് ടു ബി ദ ഹോസ്റ്റ്? നിലവിൽ ഇതുവരെ വേറെ ആരാണെന്ന് ചോദിച്ചാൽ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് മമ്മൂക്കയായിരുന്നെങ്കിൽ, മറ്റേ രൗദ്രം സിനിമയിലൊക്കെ ഉള്ളതുപോലെ അതാവണം നമ്മുടെ ആ പോലീസ് എന്നൊക്കെ പറയുന്ന പോലെ ഇറങ്ങി പോടാം എന്ന് പറയുന്ന ഒരു മമ്മൂക്കയെ കാണാൻ പറ്റുമായിരുന്നു എന്ന്. അങ്ങനെ നമുക്ക് തന്നെ പറയാൻ തോന്നിയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അത്ര ഹാർഡായിട്ടുള്ള മമ്മൂക്കയും നമ്മളതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ചില ആൾക്കാർ അതിനെ അരഗൻസ് എന്നും ജാടാന്നോ അഹങ്കാരം എന്നൊക്കെ പറയും. ഞാനതിനെ കാണുന്നത് മറയില്ലാതെ ഇമോഷൻസ് കാണിക്കാമെന്ന് പറയില്ലേ, അങ്ങനെ കൊടുക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ പോലും ലാലേട്ടൻ ഈ ചെയ്യുന്നത് കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റേതായിട്ടുള്ളൊരു തഞ്ചത്തിൽ, ഒരു താളത്തിൽ കിട്ടേണ്ടവന് കിട്ടുന്നുണ്ടെന്ന് പറയുന്ന പോലത്തെ ഒരു പാറ്റേണിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്തടിച്ച് ഷൗട്ട് ചെയ്ത് ഇറക്കി വിടൽ അതൊരു നല്ല സ്ട്രാറ്റജി അല്ലല്ലോ. പിന്നെ തോന്നിയിട്ടുണ്ട്, ആഗ്രഹം തോന്നിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വേറെ മലയാളത്തിൽ ആരും അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ റെസ്പെക്റ്റ് അധികം ആരും കാണിക്കില്ല. ഇപ്പോൾ സേ മുകേഷ്, ജയറാം, സുരേഷ് ഗോപി അവരൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു സ്നേഹബഹുമാനമൊക്കെ ഉണ്ടെങ്കിലും ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഫിഗറിൻ്റെ അത്രയും വരില്ല. അതൊരു പ്രഭാവമാണ്. അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് നിങ്ങൾ ഷോ കാണിച്ചാൽ മറ്റേ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിൻ്റെ ഫാൻസ് കൂടി മോഹൻലാലിനെ തീർക്കുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നടന്ന സമയങ്ങളുണ്ട്. ഇപ്പോഴും അത് കേൾക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി മൂക്കണം, പോരാ, അതിനുള്ളതായിട്ടില്ല എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു പ്രഭാവമാണ് ലാലേട്ടൻ. അപ്പം പുള്ളീനെ മാറ്റണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചില സിറ്റുവേഷനിൽ എനിക്ക് ഈ സിനിമകളിൽ കാണുന്ന മമ്മൂക്കയെ ആവശ്യമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം ലാലേട്ടൻ പറഞ്ഞു ആദില നൂറ ഇഷ്യൂ വന്ന സമയത്ത് ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറ്റുമല്ലോ അവരെ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞത്. പക്ഷെ അത് കേരളത്തിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വേവ് എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നതിലപ്പുറമാണ്. കാരണം ഇതിനൊരു കമ്മ്യൂണൽ സൈഡ് കൂടിയുണ്ട്. നമ്മളിത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതിനൊരു കമ്മ്യൂണൽ സൈഡ് കൂടിയുണ്ട്. എത്ര അമ്മമാർ, എത്ര ഉമ്മമാർ, എത്ര മക്കൾ, എത്ര ചേച്ചിമാർ ഞങ്ങളുടെ വീട്ടിൽ കയറ്റും എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. ലാലേട്ടൻ അന്നത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ആദിലേക്കും നൂറയ്ക്കും കിട്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ ഒരു സഹതാപത്തിൻ്റെ എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊരു ഫാമിലി മാറ്ററായി. ഇത് എൻ്റെ കുടുംബത്തിലെ കാര്യമായി ഞാൻ തീരുമാനമെടുക്കേണ്ട ഒരു സിറ്റുവേഷനായി. എൻ്റെ മകൻ പറഞ്ഞു, എൻ്റെ ചേട്ടൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞു എന്ന് പറയുന്ന ഫീല് ഈ സ്ത്രീകളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവുന്നു. നമ്മളിപ്പം പൗരുഷത്തിൻ്റെ ഒരു രൂപമായി നമ്മൾ കണ്ട് ആരാധിക്കുന്ന നമ്മുടെ ഒരു ചേട്ടൻ, അമ്മാവൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫിഗറിൽ നോക്കിക്കാണുന്ന നമുക്കും ലാലേട്ടൻ ഈസ് സംതിങ്. അത് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ആ സ്വീകാര്യത ഉണ്ടായത്. അത് മറ്റാര് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ആകുമോ എന്നെനിക്കറിയില്ല. മറ്റാരെങ്കിലും അങ്ങനെ പറയുമോ എന്നും എനിക്ക് സംശയമാണ്. ഒരു വലിയ വിഭാഗത്തിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ഫോബിയ, ഒരുപാട് ടെൻഷൻ, ഇതിനെയൊക്കെ ടപ്പന് മറിച്ചിട്ട് കളഞ്ഞു. അതൊക്കെ ലാലേട്ടനെ കൊണ്ട് പറ്റുള്ളൂ എന്നേ. അതാ, അല്ലെങ്കിൽ പിന്നെ അത് മമ്മൂക്കയായിരിക്കണം. അതിൻ്റെ ആ ടയറിന് താഴെ വേറൊരാളും അങ്ങനെയൊന്നും പറഞ്ഞ് എറിക്കില്ല. നെക്സ്റ്റ് വൺ, ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ചുരുക്കി പറയുമ്പോൾ ഇങ്ങനെ വരും. ബിഗ് ബോസ് കാണുന്ന ഓഡിയൻസിനെ, ബിഗ് ബോസ് ജനറലായിട്ട് ഒരു ക്ലാസ് ഇല്ലാത്തൊരു പ്രോഗ്രാമാണ്. ബിഗ് ബോസ് കാണുന്ന ഓഡിയൻസിനും ഒരു ക്ലാസ് ഇല്ല, അവരും എന്തോ കുറഞ്ഞ ആൾക്കാരാണ് എന്ന് ജനറലായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ചേട്ടൻ്റെ ഒരു അഭിപ്രായം? രണ്ട് രീതിയിലാണ്. ഒന്ന്, ബിഗ് ബോസ് കാണുന്നത് സമയം കളയലാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിപ്പോൾ പണ്ട് വെബ് സീരീസ് കാണുന്ന ആൾക്കാരെ ഞാനും പറഞ്ഞിട്ടുണ്ട്, എന്തിനിങ്ങനെ സമയം കാണണം, ആ സമയം കൊണ്ട് എത്ര സിനിമ കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇതിനൊരു സമയം കൊല്ലലായി കാണുന്ന ആൾക്കാരുണ്ടാവും. വിനോദമാണ്. വിനോദത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ഒരു പങ്ക് സമയം നമ്മൾ മാറ്റി വെക്കണം. അത് ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ചിലർക്ക് സീരിയൽ കാണണം, ചിലർക്ക് സിനിമ കാണണം, ചിലർക്ക് ബിഗ് ബോസ് കാണണം, വേറെ ചില ആളുകൾക്ക് മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കണം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ആ ചോയ്സ് നിങ്ങൾ എടുത്തോളൂ. ആ ചോയ്സ് എടുക്കാൻ ബാക്കിയുള്ളവർക്ക് പെർമിഷൻ കൊടുത്തോളൂ. ബാക്കിയുള്ളവരെ അനുവദിക്കുക, അവരെ ജഡ്ജ് ചെയ്യാതിരിക്കും. അപ്പോൾ ബിഗ് ബോസ് കാണുന്നവർ ബിഗ് ബോസ് കണ്ടോട്ടെ. ബിഗ് ബോസ് കാണുന്നതുകൊണ്ട് അവരൊരു കുറഞ്ഞ ആളായി പോകുന്നു എന്നൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് പല വെളിവുകേടുകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരെ വിമർശിക്കാം. അതെ, ഈ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് തിരുത്താം. അല്ലാതെ കാണുന്നതിനെ കുറ്റം പറയുന്നത് അത് സമയം കളയലായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു സമയം കളയലല്ല, അതൊരു വിനോദോപാധിയാണ്.
അത് ഏത് വേണമെന്ന് തീരുമാനിക്കാൻ അത് കൺസ്യൂം ചെയ്യുന്ന ആൾക്ക് അവകാശമുണ്ട്. 2, ആ പരിപാടിക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ട് അങ്ങനെ നോക്കി കാണുന്ന ആളുകളുണ്ട്. അതിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഇതൊന്നുമല്ല ശരിക്കുള്ള ബിഗ് ബോസ്, അങ്ങ് വിദേശത്തുള്ള ബിഗ് ബോസ്, ഈ ബിഗ് ബോസ് ഒക്കെ ലോക്കൽ എന്ന് വിചാരിക്കുന്നത്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. പുറത്തുള്ള ബിഗ് ബോസ് നമ്മുടെ ചാനലുകളിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം വെച്ചുകൊണ്ട് അത് എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളത് അത് വേറെ തന്നെ ഒരു ചോദ്യമാണ്. 2, ഇത് ഭയങ്കര ചീപ്പ് പരിപാടിയാണ്. ഇതിൽ വരുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ലോക്കലായിട്ട് എന്നൊക്കെ ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരു, അവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് തട്ടുകട ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർ ഹോട്ടലിൽ പൊക്കോളൂ, റോസിക്ക് വീട് ഇഷ്ടമല്ലെങ്കിൽ റോസി വീട് വിട്ട് പൊക്കോളൂ എന്ന് പറയുന്ന പോലെയാണ്. കാണുന്നവർ കാണട്ടോ, നിങ്ങൾ എന്തിനാ ഇതിൽ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്? പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഒരു ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് എന്നൊക്കെ രീതിയിൽ നമുക്കിതിനെ നോക്കി കാണാവുന്നതാണ്. കാരണം ഇന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വരുമ്പോൾ അതിനെ എതിർക്കുന്ന ആളുകളെ, ഇതൊക്കെയും ഒരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ്. അപ്പോൾ അതെങ്ങനെ മാറി വരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഇപ്പോൾ ബിഗ് ബോസ് മോശം പ്രോഗ്രാമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിനെ വിലയിരുത്തി സംസാരിക്കും. നിങ്ങളുടെ വിലയിരുത്തൽ കേട്ട് ബിഗ് ബോസ് നന്നാവട്ടെ, അതുപോലെ പ്രേക്ഷകരും നന്നാവട്ടെ. നിങ്ങൾക്ക് അത്രയ്ക്കും സാമൂഹ്യ പുനരുദ്ധാരണത്തിനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങളും വിലയിരുത്തി സംസാരിക്കും. അല്ലാതെ അത് കാണുന്നവരൊക്കെ ഭയങ്കര ലോക്കലാണെന്ന് പറയുന്ന ഒരു പുച്ഛഭാവം, പിന്നെ നമുക്ക് ആൾക്കാരെ തിരുത്താനൊന്നും പറ്റില്ല. ഞാനെന്തോ കൂടിയവനാണ് എന്ന് ചിന്തിക്കുകയും ബാക്കിയുള്ളവരൊക്കെ ബൗദ്ധികമായും മറ്റ് പലതരത്തിലും എന്നേക്കാൾ കീഴാളനാണെന്നൊക്കെ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? സെയിം. കുറേ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും ഈ പറയുന്ന LGTB ആൾക്കാർ മാറില്ല, പക്ഷെ അല്ലാത്ത ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ അവർക്കൊരു പ്ലാറ്റ്ഫോം, അവരെ സോഷ്യലി അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നു, ചർച്ചകൾ വരുന്നു. നല്ല കാര്യമാണ്. നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം നമുക്ക് അതിൻ്റെ ഒരു ചെറിയ, വളരെ 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 ചെറിയൊരു പാർട്ടാകാൻ പറ്റുന്നു എന്നുള്ളത്. ലാലേട്ടൻ ആ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് സംസാരിക്കുന്നത് വരെയും ആ 2 പേർ നേരിട്ടുള്ള, ആദിലയും നൂറയും ഏറ്റിട്ടിട്ടുള്ള ഒരു അറ്റാക്കുണ്ട്. ആ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ആൾക്കാരിൽ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ നമ്മുടേതും ഉണ്ട് എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ കുറച്ച് അഭിമാനകരമായ സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു പ്രോഗ്രാം മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് കാണുന്നവരെ പുച്ഛിക്കുന്നതിന് പകരം നിങ്ങൾ അവരെ പുനരുദ്ധരിക്കുന്നതിനെക്കുറിച്ച്, അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. നമുക്കിത് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കും. അല്ലാതെ നമ്മുടെ നാട് കൊള്ളില്ല എന്ന് പറഞ്ഞ് നാട് വിട്ടു പോകാനാണെങ്കിൽ നിങ്ങൾ ചെല്ലുന്ന നാട് ചിലപ്പോൾ നിങ്ങൾ പുരോഗമിക്കുന്നതുകൊണ്ട് ആ നാടും മോശമായിട്ട് വരും. നിങ്ങൾ എവിടം വരെ പോകും? നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ആലോചിക്കുക. ഞാൻ ആലോചിച്ചാൽ എനിക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിട്ട് ചിരി വന്നിട്ട് ഞാൻ കളിയാക്കിയതല്ല ചോദ്യം. ചേട്ടൻ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടും അനുമോളെയൊക്കെ കുറ്റം പറയുന്നുണ്ടല്ലോ. അമ്മേ, ഈ ഫെമിനിസം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് സ്ത്രീകൾ എന്ത് കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രിയങ്ക ചോപ്രയൊക്കെ പറയുന്ന പോലെ വി ഹാവ് ടു ഗോ ബാക്ക് ടു ദ ബേസിക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ബേസിക് സംഭവങ്ങൾ, നമ്മൾ അവകാശങ്ങളെ ഹനിക്കാതിരിക്കുക, ഈ പരസ്പര ബഹുമാനം എന്നുള്ളത് ഉറപ്പ് വരുത്തുക, ഇത്രയൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾ ഫെമിനിസ്റ്റായി കഴിഞ്ഞു. അത് ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും നിങ്ങൾ കാണിക്കൂ. ആൺപെൺ വ്യത്യാസമില്ലാതെ, ട്രാൻസ്ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരോടും നിങ്ങൾ കാണിക്കൂ. അപ്പം നിങ്ങളൊരു നല്ല മനുഷ്യനും നല്ല ഫെമിനിസ്റ്റും കൂടിയാവും. അല്ലാതെ സ്ത്രീകൾ കാണിക്കുന്ന എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളവിടെ ഒരു, നമ്മുടെ ഒന്നിൽ പറയുന്ന മിസാൻഡ്രി ആവും, അല്ലെങ്കിൽ മിസോജിനിസ്റ്റ്. ഇതൊന്നും വേണ്ടത്. നിങ്ങൾ എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശം ഉറപ്പുവരുത്തുക. ആക്ച്വലി നമ്മൾ ഈ ബിഗ് ബോസ് അനാലിസിസ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ ഈ സ്ത്രീപക്ഷ നിലപാടുകൾ അത് കൃത്യമായി പറയുന്നു എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ ഈ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത്ര നേരം ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായിട്ടും എൻ്റെ കൂടെ എൻ്റെ ടീംമേറ്റ് ആയിട്ടുള്ളത് ഒരു പെൺകുട്ടിയാണ്. അപ്പം എന്നോട് ഏതൊക്കെയോ വീഡിയോസിൻ്റെ ആഴ് ഇതേപോലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കും ചില സമയത്ത് ഡൗട്ട് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതൊരു സ്ത്രീ വിരുദ്ധതയാവുമോ എന്ന്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കോൺട്രിബ്യൂഷൻ വരുന്നത് ഇവിടെ നിന്നാണ്. അതൊരിക്കലും ഒരു സ്ത്രീ വിരുദ്ധതയല്ല എന്നുള്ളത്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? അനുമോളെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീവിരുദ്ധനാവുമോ? അനുമോളെ കുറ്റം പറഞ്ഞാൽ സ്ത്രീവിരുദ്ധനാകില്ല. ഒരു റൈറ്റ് ഒരാൾ ഇന്ന പെർട്ടിക്കുലർ ജെൻഡറിലായതുകൊണ്ട് നിഷേധിക്കപ്പെടുക എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്നതാണ് നമ്മൾ ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജെൻഡർ ഇക്വാലിറ്റി അതെല്ലാത്തിലും ഉണ്ടാകണം എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾ തെറ്റ് ചെയ്താൽ അത് പുരുഷനായതുകൊണ്ട് ന്യായീകരിക്കപ്പെടുക, സ്ത്രീ ആയതുകൊണ്ട് ന്യായീകരിക്കപ്പെടുക എന്നില്ല. തെറ്റാണ്. അവകാശങ്ങളാണ്. അപ്പോൾ അനുമോളെക്കുറിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ അനുമോളുടെ ഒരു അവകാശത്തിനെയും ലംഘിക്കുന്നില്ല. പക്ഷേ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിനെ നമ്മളൊരു സാമ്പിളായിട്ട് എടുത്താൽ അതിനകത്തുള്ള ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ അവർ ചെയ്യുന്ന തെറ്റുകളെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ഗെയിമറെയാണ് പറയുന്നത്. പിന്നെ ബിഗ് ബോസ് ഹൗസിൽ ഈ ആൺപെൺ വേർതിരിവൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് മഹാ ചീപ്പാണ്. അവിടെ ഒരു ജെൻഡർ വ്യത്യാസം ഇല്ലാതെ നിങ്ങൾ ഗെയിം കളിക്കാനാണ് പോയിട്ടുള്ളത്. അവിടെ അയ്യോ ഞാൻ പെണ്ണാണ് അതുകൊണ്ട് എനിക്ക് ഇന്നതൊക്കെ വേണമെന്നാണ്, നിങ്ങൾ പുറത്തിറങ്ങിക്കോളൂ, പുറത്ത് നിങ്ങൾക്ക് എല്ലാം കിട്ടും.
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടും, നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷയും കിട്ടും. പക്ഷേ അതൊരു ഗെയിം പ്ലാറ്റ്ഫോമാണ്. അവിടെ ഗെയിം കളിക്കുമ്പോൾ ആണായതുകൊണ്ട് ഇങ്ങനെ പെണ്ണായതുകൊണ്ട് ഇങ്ങനെയെന്നില്ല. ആണിന് അവിടെ പ്രത്യേക അവകാശമുണ്ടെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരെ നമ്മൾ വിമർശിക്കുമ്പോൾ പെണ്ണിന് അവിടെ പ്രത്യേക അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന പെണ്ണിനെയും നമ്മൾ വിമർശിക്കും. ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് അനുപോലെ വിമർശിക്കാൻ പാടില്ല. കൊള്ളാല പരിപാടി. നമ്മുടെ നാട്ടിൽ കുറേ മെനിനിസ്റ്റുകൾ ഓടി നടന്ന് വൃത്തികേട് കാണിക്കുന്ന പുരുഷന്മാരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു ഇടപാടുണ്ട്. മീറ്റു ആരോപണം അടക്കമുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ പുരുഷന്മാർ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അത് കാണുമ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കും പുരുഷന് വേണ്ടി വാദിക്കുന്നവർ പുരുഷൻ കാണിക്കുന്ന വൃത്തികേട് സംരക്ഷിക്കുന്നത് പോലെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവർ സ്ത്രീകൾ കാണിക്കുന്ന വൃത്തികേട് സപ്പോർട്ട് ചെയ്യണമെന്ന് അങ്ങനെ ഇല്ല കേട്ടോ. ചേട്ടൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടുണ്ടോ? കേട്ടില്ല. ഇതുവരെ വോട്ട് ചെയ്തിട്ടുണ്ടോ? ബിഗ് ബോസിൽ വോട്ട് ചെയ്യാം ബിഗ് ബോസിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാമോ? ലാസ്റ്റ് വീക്ക് ഞാൻ നെവിന് വോട്ട് ചെയ്തു. കാരണം നമ്മൾ ഈ പാറ്റേൺ കണ്ടു, നമുക്ക് മനസ്സിലായി അനുമോള് ടാർഗറ്റ് ചെയ്യുന്നത് നെവിനെയാണ്. നെവിനെതിരെ ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ വരുന്നത് ആക്ച്വലി നെവിൻ മോശമാണെന്ന് പറഞ്ഞിട്ടല്ല. അതാണ് അതിൽ ഏറ്റവും കോമഡി. നെവിൻ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മോശം ആക്ടിനെ എടുത്ത് ഇയാൾ മാസല്ലേ, ഇയാൾക്ക് ഹെയ്റ്റേഴ്സ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇതിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആവറേജ് പ്രേക്ഷകൻ വിചാരിക്കുക, ഓ അവൻ ഭയങ്കര പ്രൊമോഷൻ പിന്നെ എന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു ഹെയ്റ്റ് ഉണ്ടാവും. മറ്റേ വിനീത് ശ്രീനിവാസൻ പറഞ്ഞില്ലേ, ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത നടനാണ് വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ മുഴുവൻ തെറിയായിരുന്നു വിനീത് ശ്രീനിവാസനെ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അങ്ങനത്തെ പല രീതിയിൽ ഈ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ അകത്ത് കൊടുക്കുന്ന ക്ലൂവിനനുസരിച്ച് പുറത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് കഴിഞ്ഞ കുറേ ആഴ്ചകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ളതിൽ കാര്യങ്ങളെ ലൈവായി നിർത്തുന്ന ഭയങ്കര ഗെയിമറാണെന്നോ പുള്ളി ജയിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം ഉണ്ടാകുന്ന ഒന്നുമല്ല ഞാൻ പറയുന്നത്. അതിനെ ഒരു ലൈവായിട്ട് നിർത്തുന്ന ഒരാൾ ആകെ നെവിൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ PR ഏജൻസി വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും കൂടി അങ്ങ് പുറത്താക്കാം, ഒരാളെ നിർത്തി അങ്ങ് ജയിപ്പിക്കാമെന്ന് പറയുന്നൊരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും തിരുത്തപ്പെടണം. അപ്പം എൻ്റെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ഒരു വലിയ കോസ്റ്റിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പണം സ്വരൂപിക്കുമ്പോൾ ഞാൻ ഒരു രൂപ എൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വോട്ട് ചെയ്തു. ഇനി ഞാൻ ചെയ്യില്ല. അത് ആ ഒരു തവണ ആ ഒരു എപ്പിസോഡൊക്കെ കണ്ടപ്പം എന്തായാലും ചെയ്തേ പറ്റുമെന്ന് വെച്ച് ചെയ്തു പോയതാണ്. ഫൈനലിലും ചെയ്യില്ല. ഫൈനലിലും ഞാൻ നമ്മൾ വോട്ട് ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. അത് ആ ഒരു സമയത്ത് ഈ പറയുന്ന ഒരു കൂട്ടമായ ഒരു അറ്റാക്ക് കണ്ടപ്പോൾ അയാൾ അത്രയൊന്നും അറ്റാക്ക് അർഹിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ ചെയ്തു പോയിട്ടുള്ളൊരു സാധനമാണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ അറ്റാക്സിനുള്ള സാധ്യതയും കുറവാണെന്ന് തോന്നുന്നു. വളരെ കുറച്ച് ദിവസങ്ങളും കൂടിയല്ലേ ഉള്ളൂ. അവർ ജയിക്കട്ടെ, ആ ഗെയിമിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യട്ടെ. നമ്മൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ അനാലിസിസ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് കണ്ട് ആൾക്കാർ വിലയിരുത്തിക്കോട്ടെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ ബട്ട് ആൻ അപ്രീസിയേഷൻ. ദാറ്റ്സ് ഫോർ തംബ്നെയിൽ, ക്യാപ്ഷൻ, കമൻറ്റ് സെക്ഷൻ. തംബ്നെയിലും ക്യാപ്ഷൻ എൻ്റെയാണ്, അത് ഞാൻ തന്നെ ക്രെഡിറ്റ്. പക്ഷേ തംബ്നെയിലിൽ വരുന്ന ഇമേജസ്, എക്സ്പ്രഷൻസ് അതൊക്കെ വേറെ കോൺട്രിബ്യൂഷനാണ്, അത് എൻ്റെ അല്ല. ഇന്ന ഫേസ് വെച്ചാൽ നന്നായിരിക്കും എന്ന് പറയുന്നത്. പക്ഷേ അത് എവിടെ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതും ക്യാപ്ഷൻ സെറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ. നമ്മൾ തന്നെയാണ് അതിൻ്റെ തംബ്നെയിൽ പരിപാടി ചെയ്യുന്നത്. പുറത്തുനിന്ന് നമ്മൾ ആരെയും തംബ്നെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടില്ല. ക്യാപ്ഷനും അങ്ങനെ തന്നെ. ആൻഡ് കമൻറ്റ് ബോക്സിൽ ഞാൻ കമൻറ്റ്സ് വായിക്കാറുണ്ട്, റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ കമൻറ്റ് ബോക്സ്, അതായത് കമൻറ്റ് ബോക്സിലേക്ക് നോക്കുമ്പോൾ ഇതൊരു നല്ല കമ്മ്യൂണിറ്റി ആണല്ലോ. ഈ PR-കാരും തെറിവിളിയന്മാരും അങ്ങനെയുള്ള ആളുകളൊന്നുമില്ല. അതൊരു ഡീസൻറ്റ് കമൻറ്റ് ബോക്സ് ആണല്ലോ. അഭിപ്രായങ്ങൾ സത്യസന്ധമായി പ്രകടിപ്പിക്കാനും അങ്ങനെ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളുടെ താഴെ ആരും വന്ന് വൃത്തികേട് പറയില്ലെന്നും. ഇപ്പോൾ നമ്മുടെ മെയിൻ ചാനലിലൊക്കെ ചില ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് പറയും, ഞാൻ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ വന്നതാണ്, പക്ഷേ ആ കമൻറ്റ് ബോക്സിൽ ഈ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് തെറി കേൾക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ടാണ് പേഴ്സണലി അയക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ടോക്സിക് ടീമിനെ കയറ്റാതെ നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നല്ല കമ്മ്യൂണിറ്റിയായി ഈ കമൻറ്റ് ബോക്സിനെ, ഈ സബ്സ്ക്രൈബർ ബേസിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ടീം. അത്രയും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓരോ അരമണിക്കൂർ 1 മണിക്കൂർ കൂടുമ്പോഴൊക്കെ, ഉറങ്ങുന്നതിന് മുമ്പൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് രാവിലെ മുതലേ അതിനങ്ങനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ടീം. എനിക്ക് അതിൻ്റെ അകത്ത് ഞാനിത് വായിക്കുന്നു, റിപ്ലൈ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ചില സമയത്ത് കമൻറ്റ് ബോക്സ് കാണുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നും, ഇത് ഇവിടെ തെറി വരേണ്ടതായിരുന്നല്ലോ, ഇവിടെ തെറി വിളിക്കാൻ കുറച്ച് ആൾക്കാർ വരേണ്ടതായിരുന്നല്ലോ, വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ മോശം കമൻറ്റുകൾ, അതായത് ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഒരു മത്സര അധിഷ്ഠിതമായി ചിന്തിക്കാതെ വരുന്ന മോശം കമൻറ്റുകളെയൊക്കെ ഒഴിവാക്കി ഇതിങ്ങനെ നല്ലൊരു കമൻറ്റ് ബോക്സ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ടീം. ചേട്ടൻ്റെ ടീമിനെ ഒരു എപ്പിസോഡിൽ കൊണ്ടുവരാമോ? യെസ് ഓഫ് കോഴ്സ്. എനിക്ക് ശരിക്കും ഏതൊക്കെയോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെടുത്തണം എന്നുണ്ടായിരുന്നു, പക്ഷേ സമ്മതിക്കുന്നില്ല. നമുക്കിതൊരു 100 days സക്സസ്ഫുള്ളായി കൊണ്ടുപോകാം. അതായത് ഇതൊരു വാശിയായി കണ്ടിട്ടാണ്. 100 days നമ്മളിത് കംപ്ലീറ്റ്ലി സക്സസ് ആക്കും, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ഹോൾ പ്രോസസ്സ് എന്നൊക്കെ ഉള്ളത് ഞാൻ അവരുടെ ഭാഗം കൊണ്ട് തന്നെ കേൾപ്പിച്ചു തരാം. ഞാൻ വീണ്ടും പറയുന്നു, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് മീ.
ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു എപ്പിസോഡൊക്കെ ചെയ്യുള്ളായിരുന്നു. മാത്രമല്ല ഞാൻ മാത്രമാണ് ഇതിൻ്റെ കണ്ടൻറ് പ്രിപ്പറേഷനിലുള്ളതെങ്കിൽ ഞാൻ കാണുന്ന 1-2 ഇൻസിഡൻറ്റും 2-3 കൗണ്ടറുകളും പറയുമെന്നുള്ളതല്ലാതെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വീഡിയോയിൽ വരുന്ന സർക്കാസ്റ്റിക് ടോണിലുള്ള എന്തെങ്കിലും സാധനങ്ങളും കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സൊക്കെ ഉള്ളൂ എൻ്റെ കോൺട്രിബ്യൂഷൻ. ബാക്കി കംപ്ലീറ്റ്ലി അതൊരു ടീം എഫേർട്ടിൻ്റെയാണ്. ആ ടീമിനെ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം എന്നുണ്ട്. അതൊക്കെ നമുക്ക് 100th എപ്പിസോഡ് ആവട്ടെ. അതുവരെ എനിക്ക് മടുക്കാതിരിക്കാനും എൻ്റെ ടീമിന് വെറുക്കാതിരിക്കാനും നിങ്ങൾ പ്രാർത്ഥിക്കും. നെക്സ്റ്റ് നമ്മൾ ചോദിച്ചായിരുന്നു ആഫ്റ്റർ ബിഗ് ബോസ് എന്ത് തരം കണ്ടൻസ് ആണ് നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ ആഗ്രഹം എന്നുള്ളത്. അതിന് കുറേ സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ പോഡ്കാസ്റ്റ്. നമുക്കൊരു ചാനലുണ്ട്, ഉണ്ണി പോഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഒരു പോഡ്കാസ്റ്റ് ഇട്ടിട്ട് കുറച്ച് നാളായി, ഏതാണ്ട് 1 വർഷം ആകാൻ പോകുന്നു. പോഡ്കാസ്റ്റ് ഞാൻ ഇടയ്ക്കൊരെണ്ണം ഷൂട്ട് ചെയ്തു, പക്ഷേ എനിക്കൊരു തൃപ്തി വന്നില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പോഡ്കാസ്റ്റിനെ കാണുന്നത് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂ പരിപാടി. എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒത്തിരി ചാനലുകൾ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. അപ്പം കേൾക്കുന്ന അവർക്ക് ബോറടിക്കാത്ത ചോദ്യങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടാവുന്ന, വേറെ എവിടെയും ഇല്ലാത്ത കുറേ ഉത്തരങ്ങൾ കേൾപ്പിക്കാൻ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്കൊന്നും ഉറപ്പ് തരാൻ പറ്റാത്തൊരു പരിപാടി തുടങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടാണ് ഞാൻ തന്നെ എൻ്റെ ജീവിതാനുഭവങ്ങൾ ഒക്കെ പറയുന്നത്. അതിനൊരു കേൾവിക്കാരുണ്ട്, അത് ഒരുപാട് പേരെ ഹീൽ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒത്തിരി മെസ്സേജുകൾ വന്നു. ഷസാമിൻ്റെ ഹെഡ്ഫോണായി ഗിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണ്. ഞാൻ പോലും വിചാരിക്കാത്ത ഒരുപാട് ആളുകൾ, വലിയ ആളുകൾ, ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാത്ത ആളുകൾ, അങ്ങനത്തെ കുറേ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു. അവരുടെയൊക്കെ ലൈഫിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വരെ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരണം. അന്ന് എനിക്കത് ശരിക്കും ഉള്ളിൽ നിന്ന് വന്നു. അന്ന് ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊരു മൂലയ്ക്കിരുന്ന് പൊട്ടിക്കരയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി, അങ്ങനെ പുറത്തേക്ക് വന്നതാണ്. അതുപോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. വരും, അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യും. നെക്സ്റ്റ് സജഷൻ റീൽ റിയാക്ഷൻ ഉറപ്പായിട്ടും ചെയ്യും. ഈ ചാനലിൽ നമ്മളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ആണ് നമ്മളതിൽ ഒരു കൺസേൺഡ് ആയിട്ടുള്ള കാര്യം. അതിനെങ്ങനെ മറികടക്കാമെന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉറപ്പായിട്ടും നമ്മൾ റീൽ റിയാക്ഷൻസ് ചെയ്യും. UV നമുക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളൊരു റൊട്ടീൻ പിടിക്കട്ടെ എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നൊരു കാര്യം, നമ്മളൊരു ടീമായിട്ടാണിപ്പോൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്, വർക്കൗട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ ബിഗ് ബോസ് അനാലിസിസ് ചെയ്യുന്നു, സിനിമ റിവ്യൂസ് ചെയ്യുന്നു, അതുപോലെ സിനിമയുടെ അനാലിസിസും എക്സ്പ്ലനേഷൻ ചെയ്യുന്നു, ഇൻ്റർവ്യൂ അനാലിസിസ്, സോഷ്യൽ ഇഷ്യൂസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. ഇതിനൊരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് നമ്മൾ UVDVയിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. UVDV അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ണി വ്ളോഗ്സ് ഡെയിലി വ്ളോഗ് എന്നാണ് ഞാൻ അതിന് പേരിട്ടത്. ആക്ച്വലി എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, രാവിലെ ഞാൻ നടക്കാനോ ഓടാനോ പോകുന്നു, ഏതെങ്കിലും ഒരു തട്ടുകടയിലിരിക്കുന്നു, പത്രം എടുത്ത് വെച്ച് വായിക്കുന്നു, അവിടെ തന്നെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നു. ഈ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്ത പലപ്പോഴും അവരുടെ പൊളിറ്റിക്സിനനുസരിച്ച് മാറും. അപ്പോൾ ആ പൊളിറ്റിക്സിനെയും അവരുടെ പെർസ്പെക്റ്റീവിനെയും മാറ്റി വാർത്ത മാത്രം എടുത്തിട്ട് നിങ്ങളോട് സംസാരിക്കുക. അതിൽ എൻ്റെ പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളത് പറയാം. അതായത് ന്യൂസ് പേപ്പറിൽ നിന്ന് നമ്മൾ വാർത്ത മാത്രം എടുത്ത് എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ പോയതാണ്. ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞ് അങ്ങനെ വന്നതാണ്. പക്ഷേ ഒരു 3-4 പത്രം ഒരു ദിവസം വായിക്കണം. മിനിമം ഒരു 1.5-2 മണിക്കൂർ പത്രം വായിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ ഈ പറയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ വാർത്തകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മലയാളി എല്ലാത്തിലും പൊളിറ്റിക്കലായിട്ടുള്ള ആളുകളാണ്, ചില കാര്യങ്ങളിൽ വളരെ അപ്പൊളിറ്റിക്കലുമാണ്. നമ്മൾ വാർത്തയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ ഞാൻ പെട്ടെന്നൊരു രാഷ്ട്രീയ കക്ഷിയുടെ ആളായിട്ട് മാറുന്ന അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം അത് ഇപ്പോൾ ഉള്ള നമ്മുടെ റൊട്ടീൻ ഒന്ന് പ്രോപ്പറായതിന് ശേഷം ഉറപ്പായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം വാർത്തകളൊക്കെ ഇപ്പം പല കളറിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കുള്ള വാർത്ത നമ്മൾ കാണുന്നില്ല. കളറ് മാറ്റി വാർത്ത വേർതിരിക്കാൻ ഞാൻ ട്രെയിൻഡാണ്. ഞാൻ റേഡിയോയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്കറിയാം അതെങ്ങനെ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ കളറ് മാറ്റി വാർത്ത എടുത്ത് നിങ്ങൾക്ക് തരണം എന്നാണ് വിചാരിക്കുന്നത്. ലെറ്റ്സ് ഡു ഇറ്റ്. കുറച്ച് സമയത്തിന് ശേഷം മൂവി റോസ്റ്റ് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള പരിപാടിയാണ്. പക്ഷേ 2 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് എൻ്റെ ഭാഷ ഇതിൽ നിന്ന് താഴേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു സർക്കാസം മാത്രമേ അതിൽ പറ്റുള്ളൂ. ഇപ്പോൾ റോസ്റ്റ് ഞാൻ കാണുന്ന സമയത്ത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ നല്ല ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളുള്ളത്. വേറെ കുറേ ആളുകൾ ചുമ്മാ തെറി പറയുക. ഇതിങ്ങനെയാണ് റോസ്റ്റിൻ്റെ ഒരു സാധനം പോകുന്നത്. വളരെ കുറച്ച് ആളുകളാണ് റോസ്റ്റ് ചെയ്യപ്പെടേണ്ട രീതിയിൽ അതിനെ റോസ്റ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഇതൊരു ആർട്ട് ഫോമാണ്. ഒരു ആർട്ടിനെ നമ്മൾ വിമർശിക്കുകയാണ്. അപ്പോൾ ആർട്ടിനുള്ള റെസ്പെക്റ്റ് കൊടുക്കണം. ഇത് കാണുന്ന ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തിനുള്ള ഒരു ഇതും കൊടുക്കണം. ചില റോസ്റ്റ്, ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് റോസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ തോന്നാത്തൊരവസ്ഥയിൽ വരെ അങ്ങനെയുള്ള റോസ്റ്റുകളും ഉണ്ട്. എന്നാൽ അതേസമയം ഗംഭീരമായിട്ട് ഈ പരിപാടി ചെയ്യുന്ന ആളുകളും മലയാളത്തിലുണ്ട്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു കയ്യൊപ്പ് വരണം. പിന്നെ ഈ പറയുന്ന ഭാഷ ശ്രദ്ധിക്കണം. നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആ ഒരു പാറ്റേണിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സിനിമയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മളൊരു റോസ്റ്റ് സ്വഭാവം പിടിക്കും. ഇപ്പോൾ സാഹോയുടെ റിവ്യൂ, ബിഗ് ബ്രദറിൻ്റെ റിവ്യൂ, അതൊക്കെ നമ്മൾ പറയാനുള്ള കുറച്ച് കൗണ്ടേഴ്സൊക്കെ പറഞ്ഞങ്ങ് തീരും. അത് കഴിഞ്ഞ് സിനിമ റിലീസായി കഴിയുമ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനുണ്ടാവില്ല. ഞാൻ ചില സിനിമയുടെയൊക്കെ റോസ്റ്റ് വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ ഞാൻ റിവ്യൂവിൽ ഓൾറെഡി പറഞ്ഞതാണല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം റോസ്റ്റായിട്ട് ചെയ്ത് തുടങ്ങണമെന്നുണ്ട്. നമ്മുടെ പഴയ കുറേ ഗംഭീര സിനിമകളൊക്കെ കിടപ്പുണ്ടല്ലോ, അതൊക്കെ എടുത്ത് വറുത്ത് കോരി എടുക്കണമെന്നുണ്ട്. തീർച്ചയായും അതും നമ്മൾ പ്ലാനിലാണ്. ഈ റൊട്ടീൻ ഒന്ന് സെറ്റായിട്ട് അത് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, BB മീറ്റപ്പ് വെക്കാമോ? BB
മീറ്റപ്പ്, ഈ കമ്മ്യൂണിറ്റീൻ്റെ മീറ്റപ്പാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ. ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബർ മീറ്റപ്പ് പ്ലാനൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു കോസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന ആൾക്കാരൊക്കെ എനിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം, അവരുടെ കാര്യങ്ങൾ എനിക്ക് പ്രോപ്പറാക്കാൻ പറ്റണം. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് വരുന്നു. ഇപ്പം ഞാൻ വിളിച്ച ആയിരക്കണക്കിന് ആളുകൾ വരുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ വരുന്ന ആൾക്കാരെ കൊണ്ട് ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മൾ ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യാൻ പ്രിപ്പയർഡ് അല്ലാതെ ഇപ്പോൾ എനിക്കും വേണമെങ്കിൽ ചെയ്യാം. ഇന്ന ഹോട്ടലിൽ ഒരു ഹോള് ബുക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബർ മീറ്റപ്പാണ്, നിങ്ങളെല്ലാവരും വന്നോളൂ എന്ന് പറയാം. പക്ഷേ അതിൽ കുറേ റിസ്ക് എലമെൻറ്റുകളുണ്ട്. മാത്രമല്ല നമ്മൾ ഈ സോഷ്യൽ ഇഷ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും അവർ വളരെ ചെറിയൊരു ക്രൗഡിനെയൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം കുറേ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, മെൻ്റലി ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. പലരും നമുക്ക് മെസ്സേജ് അയക്കും, ചേട്ടാ എനിക്ക് നിങ്ങളൊന്ന് കണ്ടാൽ മതി, നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ എനിക്ക് സംഭവിച്ചത് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ദേ ഷുഡ് ബി കംഫർട്ടബിൾ. അവരെയും കൂടി ഞാൻ പരിഗണിക്കേണ്ടതുണ്ട്. ഓടിച്ചാടി വന്ന് ഉണ്ണിച്ചാട്ടാന്ന് വെച്ച് ഷെയ്ക്കാൻ്റെ ഇരുന്ന് കെട്ടിപ്പിടിക്കുന്ന ആൾക്കാരെ ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഞാൻ അവരെയും പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും കംഫർട്ടബിൾ ആവുന്ന ഒരു സ്പേസ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വോളിയം, അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ പൈസയും ഒക്കെ പരിഗണിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ വെക്കുന്നുണ്ട്. തീർച്ചയായും നമുക്കത് ആലോചിക്കാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയത്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തില്ലേ, നമ്മളൊന്നും അങ്ങനെ വിട്ട് കളഞ്ഞില്ല. പിന്നെ കുറച്ച് തട്ടിട ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, അത് അവർ ഫിൽറ്റർ ചെയ്തിട്ടുണ്ടാവും. നല്ല കുട്ടി, വെരി ഗുഡ്. ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഈ ചെയ്യുന്നത് 20-ാം തീയതിയിലത്തെ എപ്പിസോഡ് അപ്ലോഡ് ആവാൻ കുറച്ച് ലേറ്റ് ആവും. കാരണം നാളെ റിലീസുകളുണ്ട്. ആൻഡ് ഇന്ന് നമ്മൾ ഈ ഒരു ചിറ്റ് ചാറ്റ് വീഡിയോൻ്റെ എഡിറ്റും പരിപാടിയൊക്കെ ആയിരിക്കും. എന്നാൽ എപ്പിസോഡ് കാണും, അതിൻ്റെ അനാലിസിസ് വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആവും, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പരസ്പര ബഹുമാനത്തോടു കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കൊരു നല്ല കമ്മ്യൂണിറ്റിയായി കണ്ടിന്യൂ ചെയ്യാം. താങ്ക്സ് ടു യു, താങ്ക്സ് ടു മൈ ടീം, ആൻഡ് ബൈ.